ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോട്ടയം മീൻകറിയാണ് കാണിക്കുന്നത്. എൻ്റെ വീട് കോട്ടയം ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെയാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. ഈ മീൻകറി മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതുപോലെ രുചികരമായിട്ടുള്ളൊരു മീൻകറി ഉണ്ടാക്കാൻ സാധിക്കും. എനിക്ക് മൺചട്ടി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും ഉലുവായും ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് അത് ചെറിയ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കറിക്ക് കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും. അങ്ങനെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് അത് മൂത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർക്കണം. മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള സാദാ മുളക് പൊടിയും കൂടെ ആണെങ്കിൽ കറിക്ക് കളറും കൊഴുപ്പും കിട്ടും. അതും കൂടെ ചേർത്ത് അതിലേക്ക് കുടംപുളിയുടെ വെള്ളം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അത് മീൻ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മീൻ സാൽമണിൻ്റെ മീൻ ചേർത്താണ് ഞാൻ ഇന്ന് മീൻ കറി ഉണ്ടാക്കുന്നത്. ആ സാൽമണിൻ്റെ മീനും ചേർത്ത് അത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് മീനും ഇട്ട് നല്ലതുപോലെ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് കറി ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ കറി നല്ലതുപോലെ ആറി അല്ലെങ്കിൽ കുറുകി കഴിയുമ്പോഴേക്കും ഒരു പാത്രത്തിലെടുത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ രുചികരമായ ഈ മീൻകറി നിങ്ങളെല്ലാവരും ഒരിക്കൽ ഉണ്ടാക്കി നോക്കണം, അറിയാൻ പാടില്ലാത്തവർ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.